അവലോസ് എന്ന് പറഞ്ഞാൽ ഈ പുട്ടുപൊടിയും കൂടെ ആട്ടോ ഉണ്ടാക്കുന്നത്. ഈ പുട്ടുപൊടി സാധാരണ നമ്മൾ മേടിക്കുന്ന പുട്ടുപൊടിയില്ലേ, പുട്ടുപൊടി മേടിച്ച് ഒരു അരമുറി തേങ്ങായും എടുത്ത് അത് രണ്ടും കൂടെ ആവശ്യത്തിന് വെള്ളവും ചേർത്ത് പുട്ട് പോലെ തന്നെ പുട്ടിന് കുഴയ്ക്കുന്ന പോലെ തന്നെ കുഴയ്ക്കുവേ. എന്നിട്ടൊരു നമ്മൾ ഒരു ഇളം ബ്രൗൺ ആയി തുടങ്ങാറാകുമ്പോഴത്തേനും, ഒരു ലൈറ്റ് കളറാകാൻ തുടങ്ങാറാകുമ്പോഴത്തേക്കും നമ്മൾ ഇച്ചിരി നല്ല ജീരകമില്ല, ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കും. എന്നിട്ട് ചെറിയ തീ തന്നെ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോഴത്തേനും നമുക്ക് വാങ്ങിയെടുത്താൽ മതി. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെങ്കിലേ നമുക്ക് പിള്ളേർക്കൊക്കെ ആയാലും ഇഷ്ടം മാതിരിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ശരിക്കും കഴിക്കാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ പുട്ടുപൊടിയൊക്കെ നമ്മൾ മേടിക്കുന്നേക്കാളും നല്ലത് പൊടിച്ചെടുക്കുവാണേ. അപ്പോൾ ഇനി എൻ്റെ മിക്സി അത്ര വർക്കല്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്. അല്ല ഞാൻ പൊടിച്ചായിരുന്നു ഉണ്ടാക്കാറ്. പിന്നെ ഒരു ഇച്ചിരി കോവയ്ക്ക കിട്ടി, നാളെ രാവിലെ കറി വയ്ക്കാൻ വൈകിട്ട് പറിച്ച് വെച്ചതാണേ. പിന്നെ ഇന്ന് രാവിലെ മത്തിയായിരുന്നു. മത്തി മേടിച്ചുണ്ടാക്കിയപ്പോൾ നല്ലതായതുകൊണ്ട് പിന്നെയും ഞാൻ മേടിപ്പിച്ചു. നന്ദുവിന് ഭയങ്കര ഇഷ്ടമാണേ, അതുകൊണ്ട് അത് കുറച്ച് ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ചെടുത്ത് കുഞ്ഞു മത്തി